ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ ഈ ആർത്തവ വിരാമശേഷം ഒരു എള്ളുമരുന്നിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, അതിനുശേഷം അതായത് ഒരു 45 വയസ്സിന് ശേഷം നമുക്ക് ആർത്തവ വിരാമം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു 5 തരം ആഹാരങ്ങൾ, അതായത് നമുക്ക് ആർത്തവ വിരാമശേഷം ഉണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് ആണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഈ ഹോർമോൺസിനെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്ന 5 തരം ആഹാര വർഗ്ഗങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾക്ക് ഈ സമയത്ത് ഉണ്ടാകുന്ന മാനസികാവസ്ഥയെ പറ്റിയിട്ട് പലപ്പോഴും പുരുഷന്മാർക്ക് വലിയ അവബോധം ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ വീട്ടിലെ മക്കളായാലും അതുപോലെ തന്നെ നമ്മുടെ ഹസ്ബൻഡൊക്കെ ആയാലും തന്നെ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് അധികം ചിന്തിക്കാറ് പോലും ഇല്ലായിരിക്കും. ഈ സമയത്ത് അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ, അതായത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏകദേശം ഒരു 45 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ബ്ലീഡിങ്ങിൻ്റെ അളവിൽ നമുക്കൊരു കുറവ് വന്നു തുടങ്ങും. ചിലർക്കതൊരു സ്പോട്ടിങ് പോലെ ആയിരിക്കും, ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ആയിട്ടായിരിക്കും ചിലർ ഈ കാണപ്പെടുന്നത്. പക്ഷേ അതിനുശേഷം ഇത് പൂർണ്ണമായിട്ടും നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഈ സമയത്ത് നമ്മുടെ, അതായത് സ്ത്രീകളുടെ ശരീരത്ത് പ്രധാനമായിട്ടും ഈസ്ട്രജൻ ഹോർമോണിൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും അതുപോലെ തന്നെ FSH, അതായത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിൻ്റെ അകത്തും ഉണ്ടാകുന്ന കുറവ് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഒരു പ്രൊഡക്ഷൻ ഇല്ലാതാകുന്ന അവസ്ഥയിലാണ്. ഇതേ സെയിം അവസ്ഥയിൽ കൂടെ പോകുന്ന ചിലരാണ്. നമുക്കിപ്പോൾ ഓവറി റിമൂവ് ചെയ്തിട്ടുള്ള ആൾക്കാർ കാണും. അതുപോലെ തന്നെ ഹിസ്റ്ററക്ടമി, നമ്മുടെ യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള സ്ത്രീകളിലും ഈ പറയുന്ന രീതിയിലുള്ള സെയിം പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഇതൊന്നും മനസ്സിലാക്കാതെ അവരെന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറയുമ്പോൾ തന്നെ അതിന് ഓവറായിട്ട് റിയാക്ട് ചെയ്യും, അവരെ കരയിപ്പിക്കുക, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേരും കുറ്റപ്പെടുത്തും. രാത്രി നിനക്ക് എന്താ കിടന്നുറങ്ങിയാൽ അവരനുഭവിക്കുന്ന ചൂടും അതുപോലെ തന്നെ രാത്രിയിലെ ഉറക്കമില്ലായ്മയെ പറ്റിയിട്ടും വീട്ടിലുള്ള ജോലികളൊക്കെ ചിലപ്പോൾ രാവിലെ ഒന്ന് ചെയ്യാനായിട്ട് വൈകിപ്പോവും. പക്ഷെ ആ ഒരു സമയത്ത് അവർക്ക് രാവിലെ ഒരു പക്ഷേ ഉണ്ടാവുന്ന ക്ഷീണം, തളർച്ച, ഉന്മേഷക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ രാവിലെ അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രധാനമായിട്ട് നമ്മുടെ സ്ത്രീകളിൽ കാണപ്പെടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹോട്ട് ഫ്ലാഷസ് ആണ്. അതായത് നമുക്ക് ഈ ചുട്ട് നീറ്റൽ അനുഭവപ്പെടുക എന്ന് പറയും. രാത്രിയിലൊക്കെ നമ്മൾ കിടക്കുമ്പോഴും പകൽ സമയത്തും ഒക്കെ അമിതമായിട്ട്, സാധാരണ ഒരാൾക്ക് ഉണ്ടാവുന്നേക്കാൾ കൂടുതലായിട്ട് ബോഡി ടെമ്പറേച്ചറും ചുട്ട് നീറ്റൽ പോലുള്ള പ്രശ്നവും, അമിതമായിട്ട് വിയർക്കുന്നത് പോലെ തോന്നും, ഒട്ടും ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥയിൽ ക്ഷീണം പോലെ നമുക്കിപ്പോൾ രാവിലെയൊക്കെ ഉറക്കം എഴുന്നേക്കാൻ സാധിക്കാത്തൊരവസ്ഥ, രാത്രിയിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് വിയർത്തിട്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നത് പോലെ പലർക്കും തോന്നാറുണ്ട്. അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നം ഇമോഷണൽ സ്ട്രെസ്, അതായത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് ദേഷ്യം വരും. അതുപോലെ തന്നെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അയ്യോ അത്രയും ദേഷ്യപ്പെടണ്ടായിരുന്നല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടുള്ള വിഷമം അവരെ ബാധിക്കും. പെട്ടെന്ന് കരച്ചിൽ വരുന്നത് പോലെ തോന്നും. അതായത് കംപ്ലീറ്റ്ലി നമുക്കൊരു ഇമോഷണലി കൺട്രോൾ അല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് പോകും. കാരണം നല്ല രീതിയിലൊരു ഹോർമോൺ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരുന്ന ബോഡിയിൽ പെട്ടെന്ന്, അതായത് 1-2 വർഷങ്ങളുടെ ഇടവേളയിൽ പെട്ടെന്ന് തന്നെ ഒട്ടും പ്രൊഡക്ഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ചേഞ്ചാണ് ഈ പറയുന്നത്. അവർ ഈ ഒരു രീതിയിലായിരിക്കും പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചിലർക്കെന്ന് പറഞ്ഞാൽ യൂറിനറി ബ്ലാഡറിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും, അറിയാതെ 1-2 തുള്ളി യൂറിൻ പോകുന്നത് പോലെ. ചില സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാർ പറയും ഈ ഒരു സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള വേദന പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഈ കാര്യങ്ങളോട് താല്പര്യമില്ല. പലപ്പോഴും അവർക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ വജൈനൽ ഡ്രൈനസ് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലെന്ന് പറഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള പെയിൻ അനുഭവപ്പെടും. അപ്പോൾ ഇത് അവർക്കൊരു പക്ഷെ തുറന്നു പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഒരു ബ്രെയിൻ ഫോഗ് പോലെ സംഭവിക്കും. അതായത് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നില്ല, എല്ലാ കാര്യങ്ങളിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു, ഒരു തിങ്കിങ്ങിന് ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവുന്നു, ഓവർ തിങ്കിങ്, അതായത് ഒരു കാര്യം സംഭവിച്ചാൽ അതിൻ്റെ അവസാന അറ്റം വരെ ചിന്തിച്ച് പോയിട്ട് ടെൻഷൻ അടിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്ത്രീകളിൽ കൂടുതലായിട്ട് സംഭവിക്കും. ചിലർ ഓവർ വെയ്റ്റ്, അതായത് പെട്ടെന്ന് തന്നെ ശരീരം ഒരു കാരണമില്ലാതെ വണ്ണിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പൊതുവേ ഒന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈസ്ട്രജൻ ഹോർമോണിനും പ്രൊജസ്ട്രോണിലും ഒക്കെ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ ശരീരത്തിൽ നോർമലായിട്ട് ഫൈറ്റോ ഈസ്ട്രജൻ്റെ അളവ് കൂട്ടാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ കാണേണ്ടി വരത്തില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പാലിൻ്റെ ഉൽപ്പന്നങ്ങളും കഴിക്കണം. ഈ സമയത്ത് സ്ത്രീകളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓസ്റ്റിയോപോറോസിസ് പോലെ എല്ലുകൾക്കുണ്ടാവുന്ന തേയ്മാനം വരാനും ബോണിൻ്റെ
ആ ഒരു നമുക്ക് ഡെൻസിറ്റി ഉണ്ടല്ലോ അത് കുറഞ്ഞു വരുന്നത് പോലെ ഉള്ളൊരു ഫീല് വരും. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം വരും. അപ്പോൾ നമ്മൾ പാലുൽപ്പന്നങ്ങളും, അതായത് പാല് കഴിക്കാം, തൈര് കഴിക്കാം, യോഗട്ട് കഴിക്കാം, നെയ്യ് കഴിക്കാം. അതുപോലെ തന്നെ ഈ സമയത്ത് അവർക്കുണ്ടാവുന്ന ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വയറിൽ ഹെൽത്തി ആയിട്ടുള്ള ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയാസ് ഗ്രോ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് തൈര് പോലെയുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴേക്കും അത് കൂടുതലായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പാലുൽപ്പന്നങ്ങളും നമ്മുടെ ആഹാരത്തിൽ ഒരു ഭാഗമായിട്ട് മാറ്റണം. പിന്നീട് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വളരെ നല്ല രീതിയിൽ അത്യാവശ്യമായിട്ട് വരുന്ന ഒന്നാണ് സോലിബിൾ ഫൈബേഴ്സ്. അതായത് നമ്മളിപ്പോൾ ലീഫി വെജിറ്റബിൾസ്, നമ്മൾ ഇലക്കറികൾ കഴിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന കടലവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ മുതലായിട്ടുള്ള ആഹാരങ്ങൾ, ബദാമോ അതുപോലെ തന്നെ നട്ട്സൊക്കെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് എസെൻഷ്യലായിട്ട് വേണ്ട വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരും. അതുപോലെ തന്നെ ഇവയൊക്കെ നല്ല രീതിയിൽ ഫൈറ്റോ ഈസ്ട്രോജൻ കണ്ടന്റ് കൂടുതലായിട്ട് വരുന്ന ആഹാരങ്ങളാണ്. പിന്നീട് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ദഹനം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ ഒരു ഉറക്കം കിട്ടുന്നതിനും ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് നിർത്തുന്നതിനും ഒക്കെ, അതുപോലെ തന്നെ ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, മലബന്ധം ഉണ്ടാവുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനും ഒക്കെ നമ്മൾ ഇത്തരത്തിൽ സോലിബിൾ ഫൈബേഴ്സ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ഈ സമയത്ത് കഴിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ഹെൽത്തി ഫാറ്റ് ആണ്. അതായത് നല്ല ആരോഗ്യമുള്ള കൊഴുപ്പ് ശരീരത്തിന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കഴിക്കാനുള്ളത് omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. നമ്മൾ അത്യാവശ്യം മീനൊക്കെ കഴിക്കുമെങ്കിൽ omega-3 കിട്ടും. പക്ഷേ നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ omega-3യുടെ ക്യാപ്സ്യൂൾസ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നീട് നമുക്ക് ഇപ്പോൾ അയല, ചൂര മുതലായിട്ടുള്ള മത്തി മുതലായിട്ടുള്ള മീനുകൾ കഴിക്കുന്നത് കൊണ്ട് ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, പംകിൻ സീഡ് മുതലായിട്ടുള്ള സീഡ് വർഗ്ഗങ്ങൾ നമ്മളിപ്പോൾ എന്തെങ്കിലും, അതായത് ഫ്ലാക്സ് സീഡൊക്കെ കഴിക്കുമ്പോൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവയൊക്കെ നമുക്ക് 1 സ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ കഴിക്കാം. പക്ഷേ ഫ്ലാക്സ് സീഡ് ആകുമ്പോൾ നമ്മൾ 10 ടീസ്പൂൺ, 3/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ, 1.5 സ്പൂൺ, 2 സ്പൂൺ ഇങ്ങനെ ഓരോ ദിവസവും നമ്മളതിൻ്റെ ഡോസ് കൂട്ടി 2 ടീസ്പൂൺ വരെയാണ് മാക്സിമം കഴിക്കേണ്ട അളവ്. പക്ഷേ ചിയ സീഡൊക്കെ വെള്ളത്തിൽ നനച്ചിട്ടാണ് നമ്മൾ കഴിക്കാനുള്ളതെന്നും, അതുപോലെ തന്നെ നമ്മൾ മത്തൻ്റെ പംകിൻ സീഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സാലഡ്സിനൊപ്പം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യമൊക്കെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കും. ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പിന്നീട് നമുക്ക് വേണ്ടത് പ്രധാനമായിട്ട് നമ്മൾ തവിടടങ്ങിയ ധാന്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം. ഇപ്പോൾ റെഡ് റൈസ്, നമ്മൾ ഇപ്പോൾ റോസരിയുടെ ചോറാണ് നമുക്ക് ഈ ഒരു സമയത്ത് കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത്. റാഗി കഴിക്കുന്നത്, ഓട്സ് കഴിക്കുന്നത്, അതുപോലെ ബാർലി കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരുന്നത് ഈ സമയത്ത് നമുക്ക് കൂടുതലായിട്ടുള്ളൊരു ഉന്മേഷവും ഊർജ്ജവും നല്ലൊരു ദഹനവും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ ഹോട്ട് ഫ്ലാഷസ് നന്നായിട്ട് ശരീരത്തിൻ്റെ അകത്ത് കുറയുന്നതിനും ഇത് നന്നായിട്ട് സഹായിക്കും. ഇനി നമ്മൾ കഴിക്കേണ്ടത് പഴവർഗ്ഗങ്ങളാണ്. പഴവർഗ്ഗങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഫൈറ്റോ ഈസ്ട്രോജൻസ് കൂടുതലായിട്ടുള്ള പഴവർഗ്ഗങ്ങളായിരിക്കണം ഈ സമയത്ത് കഴിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് നമ്മൾ മുന്തിരി, അതായത് കറുത്ത നിറത്തിലുള്ള മുന്തിരി നമ്മൾ കഴിക്കുന്നത്. അതിപ്പോൾ മുന്തിരി നമുക്ക് ഉണക്ക മുന്തിരി ആയിട്ടും കഴിക്കാം, സാധാരണ നോർമൽ മുന്തിരി ആയിട്ടും കഴിക്കാം. അപ്പോൾ ഉണക്ക മുന്തിരി ആണെങ്കിൽ വെള്ളത്തിലിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കഴിക്കാനുള്ളത്. പിന്നീട് നമ്മൾ പോമിഗ്രാനേറ്റ്, മാതളം നമ്മൾ കഴിക്കുന്നത്, അവക്കാഡോ നമ്മൾ കഴിക്കുന്നത്, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി പോലുള്ള ബെറീസ്, ചെറി വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ സ്ട്രോബെറി ഒക്കെ കഴിക്കുന്നത് ഈ സമയത്ത് നമുക്ക് രക്തം കൂടുന്നതിന്, അതായത് ശരീരത്തിൻ്റെ രക്തം കൂടുന്നതിനും അതുപോലെ തന്നെ അത്യാവശ്യം കാൽസ്യം കണ്ടന്റ് നമ്മുടെ ബോഡിയിലേക്ക് വരാനും നല്ലൊരു ദഹനം നടക്കുന്നതിനും സഹായിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പഴവർഗ്ഗങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മെയിനായിട്ട് വേണ്ടത് നമുക്ക് നല്ല, അതായത് ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻസ് ശരീരത്തിൻ്റെ അകത്തേക്ക് വേണം. പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഊർജ്ജോൽപാദനത്തിന് പ്രോട്ടീൻസ് ആവശ്യമാണ്. പാലുൽപ്പന്നങ്ങളും, മുട്ട, ഇറച്ചി, മീൻ, അതുപോലെ തന്നെ പരിപ്പ് വർഗ്ഗങ്ങൾ, കടലവർഗ്ഗങ്ങൾ, ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് അത്യാവശ്യം പ്രോട്ടീൻ കിട്ടും. പിന്നീട് നമ്മൾ ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ അല്ലാതെ നമ്മൾ പാം ഓയിൽ, മറ്റ് ഓയിൽസൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ എപ്പോഴും കിട്ടുന്ന വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് പാകം ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ നമ്മളിപ്പോൾ സാലഡ്സോ മറ്റോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടാനായിട്ട് ഉള്ളൊരു സാഹചര്യമുണ്ട്. ഇനി നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളുണ്ട്. അമിതമായിട്ട് ഷുഗർ കണ്ടന്റ് വരുന്നതും അതുപോലെ തന്നെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നതും ആയിട്ടുള്ള
മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ കൊക്കോള, പെപ്സി മുതലായിട്ടുള്ള ശീതളപാനീയങ്ങൾ നമ്മൾ കഴിക്കുന്നതും പിന്നീട് നമ്മൾ ഈ ബേക്കറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അമിതമായിട്ട് മധുരം ചേർന്നിട്ടുള്ള ആഹാരങ്ങളും പിന്നീട് നമ്മൾ ഈ ഫാറ്റ് കണ്ടന്റ്, അത് അൺഹെൽത്തി ഫാറ്റ് കണ്ടന്റ് കൂടുതലായിട്ട് വരുന്ന മയോണൈസ്, അതുപോലെ തന്നെ ഗ്രിൽഡ് ചിക്കൻ, അൽഫാം മുതലായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഈ ഒരു സമയത്ത് കഴിക്കുന്നത് വളരെയധികം കുറയ്ക്കണം, അല്ലെങ്കിൽ കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ആഹാരങ്ങളാണ്. പിന്നീട് നമ്മൾ ഈ കൊഫീൻ കണ്ടന്റ് കൂടുതലായിട്ട് വരുന്നത്, അതായത് ക്ഷീണം വരുമ്പോൾ അമിതമായിട്ട് ചായ കുടിക്കുക, കട്ടൻ ചായ കുടിക്കുക എന്നുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നമ്മൾ നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്മോക്കിങ്, ആൽക്കഹോൾ പൊതുവെ അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും, എങ്കിലും അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ചിലരെ സംബന്ധിച്ച് അമിതമായിട്ട് ഉപ്പും എരിവും കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറച്ച് അത്യാവശ്യം ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ പോകുന്നതായിരിക്കും ഈ സമയത്ത് നമുക്ക് ഏറ്റവും നല്ലത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്താണ്. ഒരുപാട് പേര് ഈ ഒരു വിഷയമായിട്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ആഹാര ക്രമീകരണത്തെ പറ്റിയിട്ട് തന്നെ പറഞ്ഞത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.